ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത്. മാണി സാറ് കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ജന്മദിനവും ചരമദിനമൊക്കെ ആചരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനും പാടില്ല. പിന്നെ മാത്രമല്ല, മാണി സാറ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ ഒരു UDFൻ്റെ ഒരു മുഖമായിട്ടാണ് ഞങ്ങളിപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞങ്ങളോടൊപ്പം ഇല്ലെങ്കിലും മാണി സാറിനെ ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഒരു ഫേസ് ആയിട്ടാണ് കാണുന്നത്. അല്ല, അത് ഒരു മുന്നണിയിലുള്ളൊരു പാർട്ടിയെ അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അവരൊരു മുന്നണിയിൽ നിൽക്കുന്നു, അതിന് ഒരിക്കലും അതിന് വേറെ നിറം അവരെ ക്ഷണിച്ച് അവമാനിക്കരുത്. ഉണ്ട്. ഇന്ന് അധികം ഞങ്ങളുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇല്ല, അത് സത്യം പറഞ്ഞാൽ ഇന്ന് ബഡ്ജറ്റ് പൂർണ്ണ ബഡ്ജറ്റ് അവതരിക്കും. കാരണം ഒരു ഓട്ടൺ അക്കൗണ്ടായിട്ടാണ് അവതരിപ്പിക്കുക. ഞാനത് 6ാമത്തെയാണ്. 5 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 6ാമത്തെ ഒരു ഓട്ടൺ അക്കൗണ്ടായിട്ടാണ് സാധാരണ പാർലമെൻറ്റിലൊക്കെ ചെയ്യാറ്. ഇനി ഒരു മാസമേ ഉള്ളൂ. അടുത്ത ഇപ്പോൾ മറ്റന്നാൾ ഫെബ്രുവരി 1 കൃത്യം 31 ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കും. പിന്നെ എന്ത് ചെയ്യാനാ? ഇതൊരു ഓട്ടൺ അക്കൗണ്ടായിട്ട് അവതരിപ്പിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കണ്ടൻസിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നടപ്പാക്കാത്ത ബഡ്ജറ്റാണ്. ഈ സംസ്ഥാന സർക്കാർ റെയിൽ പദ്ധതിയുണ്ട്. പദ്ധതികൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് തീരുമാനിക്കും. ഞാൻ പറയാം, വ്യക്തമായിട്ടുള്ള DPRോട് കൂടിയിട്ടുള്ള ഏത് പദ്ധതി വന്നാലും അത് നാടിൻ്റെ വികസനത്തിനായി ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ സിൽവർ ലൈനിൽ അങ്ങനൊരു DPR ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ എതിർത്തത്. എന്താണെങ്കിൽ ഏത് പദ്ധതി വന്നാലും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും റെയിലിലെ അതിവേഗ റെയിൽ വരണം എന്നാണ് കാര്യത്തിൽ. അത് പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടായിരുന്നു. ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നോട്ടീസ്. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ മത്സരിക്കുന്നത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കും.